നമസ്കാരം, മെട്രോമാനിയിലേക്ക് സ്വാഗതം. ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾക്കിടെ പുതിയ പോസ്റ്റ് പങ്കുവച്ച് അഖിൽ എന്നാരുടെ ഭാര്യ മേഘ നായർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ചെങ്ങന്നൂരിലുള്ള അച്ഛന്റെ വീട്ടിൽ എന്ന അടിക്കുറിപ്പോറെ തന്റെ കുറച്ച് ഫോട്ടോകളാണ് മേഘ പങ്കുവച്ചിട്ടുള്ളത്. കമന്റ് ബോക്സിൽ മേഘയെ പിന്തുണച്ചും വിമർശിച്ചും ആളുകൾ എത്തുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ പരിഹസിക്കുന്നത് പോലെ മറ്റൊരാളുടെ കൂടെ അല്ല താനുള്ളതെന്ന് മേഘ പറയാതെ പറയുന്നത് പോലെയായിരുന്നു ഈ പോസ്റ്റ്. അഖിലുമായുള്ള ബന്ധം മേഘ വേർപ്പെടുത്തിയോ എന്നതിലൊന്നും വ്യക്തതയില്ല. പുതിയ പങ്കാളിയെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ഒന്നും തന്നെ മേഘ പ്രതികരിച്ചിട്ടുമില്ല. ഈ വിവാദങ്ങൾക്കിടെ പുതിയ റീലുമായി അഖിൽ എന്നാടിയും എത്തിയിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആ റീല് വൈറലാവുകയും ചെയ്തിരുന്നു. ഫോട്ടോഗ്രാഫറായാണ് അഖിൽ വീഡിയോയിൽ അഭിനയിച്ചിരുന്നത്. വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങിന് ക്ഷണിക്കുവാൻ എത്തുന്ന സുഹൃത്ത് ചടങ്ങിനെത്തുമ്പോൾ ക്യാമറ കൂടി കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെടുന്നതാണ് റീല്. സുഹൃത്തിന്റെ സാന്നിധ്യമല്ല ക്യാമറയാണ് ആവശ്യം എന്നതായിരുന്നു റീലിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. റീലിന്റെ അവസാന ഭാഗത്ത് ചിരിച്ചേ എന്ന് പറഞ്ഞാണ് അഖിൽ വീഡിയോ അവസാനിപ്പിക്കുന്നത്. സ്വാഭാവികമായ ജീവിത മുഹൂർത്തങ്ങളെ നർമ്മത്തിൽ പൊതിഞ്ഞ റീൽ വീഡിയോ പൂർത്തിയാക്കിയ കാണികളെ രസിപ്പിക്കുവാനുള്ള കഴിവ് അഖിലിന്റെ വീഡിയോകളെ വേറിട്ട് നിർത്തുന്നതാണ്. കൂടാതെ സാധാരണക്കാരുടെ ഇടയിൽ ജനകീയൻ എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിപ്പിക്കാവുന്ന തരത്തിലുള്ള അവതരണ ശൈലി അഖിലിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ്. റീൽ വീഡിയോകളിൽ അഖിലിന്റെ ഒപ്പം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയ പെൺകുട്ടിയായിരുന്നു മേഘ നായർ. വിവാഹം ചെയ്യും മുൻപ് തന്നെ ഇവർ നിരവധി പ്രേക്ഷകരെ വാങ്ങിക്കൂട്ടിയിരുന്നു. 2024 അഖിലിന്റെയും മേഘയുടെയും വിവാഹം. ശേഷം അഖിലും മേഘയും ചേർന്നുള്ള പോസ്റ്റുകളും മുൻപത്തെക്കാളും സജീവമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ് മുൻപ് തനിക്കുണ്ടായ അനുഭവം തുറന്നു പറഞ്ഞ് മുൻ ബിഗ് ബോസ് താരവും ഇൻഫ്ലുവൻസറുമായ ഏഞ്ചലിൻ മരിയ രംഗത്ത് വന്നത്. അഖിലിന്റെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ഇടെയാണ് തന്റെ മാനസികാരോഗ്യ അവസ്ഥയെ അഖിൽ പരിഹസിച്ചതിനെ കുറിച്ച് ഏഞ്ചലിൻ പ്രതികരിച്ചത്. അഖിൽ എന്നാർഡിയുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബറും ഫോളോവറുമായിരുന്നു താനെന്നും തന്റെ OCDയെയും മൈസോഫോബിയയും അതായത് അഴുക്കിനോടും അണുക്കളോടുമുള്ള അമിതമായ ഭയത്തെയും പരിഹസിച്ചുള്ള വീഡിയോ കണ്ടത് വലിയ മാനസിക വിഷമം ഉണ്ടാക്കിയെന്നും ഏഞ്ചലിൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. 2019 മുതൽ താൻ ഇതിനായി ചികിത്സയിലാണെന്നും ആ വീഡിയോ കണ്ട ശേഷം ഉറങ്ങാൻ പോലും കഴിയാതെ കരയുകയായിരുന്നുവെന്നുമാണ് അവർ പറയുന്നത്. ഏഞ്ചലിൻ മരിയ പങ്കുവച്ച കുറിപ്പുകൾ ഇങ്ങനെയൊക്കെയായിരുന്നു. നിരവധി കണ്ടന്റ് ക്രിയേറ്റർമാർ പല രീതിയിലും എന്നെ ട്രോൾ ചെയ്തിട്ടുണ്ട്. അത് കാണുന്നത് ഞാൻ ആസ്വദിക്കാറുമുള്ള കാര്യമാണ്. എന്നാൽ നിങ്ങൾ ചെയ്തത് കടുത്ത ക്രൂരതയാണ്. ഞാൻ മാത്രമല്ല, OCD മൂലം പ്രയാസപ്പെടുന്ന നിരവധി ആളുകളുണ്ട് ഈ ലോകത്ത്. മരുന്നുകളും കുത്തിവയ്പ്പുകളുമായി സ്വന്തം ജീവിതത്തോട് പൊരുതി മുന്നേറുവാൻ അവർ ഏറെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ ആരോഗ്യ അവസ്ഥ, അതായത് മാനസികവും ശാരീരികവുമായ അവസ്ഥയെ വിറ്റ് കാശുണ്ടാക്കുന്നവർ ഓർക്കുക, നാളെ നിന്റെ മോശം അവസ്ഥയെ വിറ്റ് മറ്റുള്ളവരും കാശുണ്ടാക്കും എന്നത്. ജീവിതത്തിൽ കുറച്ചെങ്കിലും തിരിച്ചറിവുണ്ടാകൂ. ഞാൻ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്ററായ അഖിൽ എന്നാടിയുടെ ഒരു സബ്സ്ക്രൈബറും ഇൻസ്റ്റഗ്രാം ഫോളോവറുമായിരുന്നു. എന്നെക്കുറിച്ച് അദ്ദേഹം യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോ കാണുന്നത് വരെ ആ വീഡിയോയിലെ ഒരു ഒറ്റ കാര്യമൊഴികെ ബാക്കി എല്ലാം ഞാൻ ആസ്വദിച്ചിരുന്നു. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, ഇതിനെക്കുറിച്ച് ഗൂഗിളിൽ തിരഞ്ഞു നോക്കൂ. 2019 മുതൽ ഞാൻ ഇതിനായി ചികിത്സയിലാണ്. എന്നെ പോലെ തന്നെ സമാനമായ ലക്ഷണങ്ങളുള്ള, പ്രത്യേകിച്ച് മൈസോഫോബിയ, അഴുക്കിനോടും അണുക്കളോടുമുള്ള അമിതമായ ഭയം നിരവധി OCD രോഗികൾക്ക് ഉണ്ട്. ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നത് ശരിയാണ്, എന്നാൽ ഒരാളുടെ ആരോഗ്യ അവസ്ഥയെക്കുറിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നത് നല്ല കാര്യമല്ല. അത് ക്രൂരതയാണ്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഒരുപാട് കരഞ്ഞു. ഉറങ്ങുവാൻ പോലും പ്രയാസപ്പെട്ടു. നിങ്ങൾ കാരണം ഞാൻ വൈകാരികമായി കടുത്ത വേദനയിലൂടെയാണ് കടന്നുപോയത്. ആ ഘട്ടത്തിൽ ഞാൻ കർമ്മയിൽ വിശ്വസിച്ചു. അതെ, എന്നെങ്കിലും നിങ്ങൾ എന്നെ പോലെ ഇതേ ഘട്ടത്തിലൂടെ കടന്നു പോകുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ സാഹചര്യം എന്തായാലും ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ വൈകാരികമായി തകർന്നിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കാരണം ഞാൻ അനുഭവിച്ചത് തന്നെയാണ് ഇത്. ഇതാണ് കർമ്മ. കടലിലേക്ക് ഒരു കല്ലെറിയുമ്പോൾ ആ കല്ല് എത്ര ആഴത്തിലാണ് താഴേക്ക് പതിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇത്തരം കണ്ടന്റുകൾ ഉണ്ടാക്കുന്നതിന് മുൻപ് ദയവായി ചിന്തിക്കുക. ഞാൻ അഖിലിന്റെ Xോ Yയോ ഒന്നും തന്നെയല്ല. എന്റെ സ്റ്റോറി കൃത്യമായി വായിച്ചു നോക്കുക. ഞാൻ ആൾക്കാർക്കെതിരെ ഒരു മോശവും ചെയ്തിട്ടില്ല. ആളുകളുടെ കർമ്മയാണ് ഇത് ചെയ്തത് എന്നാണ് ഏഞ്ചലിൻ മരിയ കുറിച്ചത്. ഈ പോസ്റ്റിന് പിന്നാലെ തനിക്ക് വന്ന സൈബർ അധിക്ഷേപത്തിന്റെ സ്ക്രീൻഷോട്ടും ഏഞ്ചലിൻ പങ്കുവച്ചിരുന്നു. ഉളുപ്പില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിച്ച ഫേക്ക് അക്കൗണ്ട് കടുത്ത ഭാഷയിലാണ് താരം മറുപടി നൽകിയത്. ബ്രോ, ആദ്യം പുള്ളിയോട് പോയി പറ, ലേശം ഉളുപ്പുണ്ടെങ്കിൽ ആ വീഡിയോയിലൂടെ കിട്ടിയ വരുമാനം പാവങ്ങൾക്ക് കൊടുക്കുവാൻ, എന്നിട്ട് അത് റിമൂവ് ചെയ്യാൻ. മനസ്സിലായോ? ഫേക്ക് അക്കൗണ്ട് എന്നായിരുന്നു ഏഞ്ചലിന്റെ വാക്കുകൾ.
അന്യരുടെ ജീവിതത്തെയും ആരോഗ്യ പ്രശ്നങ്ങളെയും കേവലം വ്യൂസും വരുമാനത്തിനും വേണ്ടി ട്രോൾ ചെയ്യുന്ന രീതികൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഏഞ്ചലിൻ ബിഗ് ബോസിൽ പോയി കളിച്ചിരുന്ന സമയത്ത് അഖിൽ എന്നാർഡിയും ടീമും ഇടിബോസ് എന്നും പറഞ്ഞ ഒരു സ്പൂഫ് പ്രോഗ്രാം ഉണ്ടാക്കിയിരുന്നു. ഈ പരിപാടിയിൽ വെച്ച് തന്നെയും താൻ അനുഭവിച്ച OCD എന്ന മെന്റൽ കണ്ടീഷനെയും അഖിൽ എന്നാർഡി കളിയാക്കുന്നു എന്നതാണ് അഞ്ജലീന പറയുന്നത്. എത്രയോ മനുഷ്യന്മാർ അനുഭവിക്കുന്ന പ്രശ്നമാണ് ഈ OCD എന്ന് പറയുന്നത്. അത് വെച്ച് അവർ കളിയാക്കി കണ്ടന്റ് ഉണ്ടാക്കി അത് അന്ന് തന്നെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അവന്റെ ഭാര്യ ഒളിച്ചോടി അത് വെച്ച് ഒരുപാട് ആളുകൾ കണ്ടന്റ് ഉണ്ടാക്കുന്നു എന്നതാണ് കർമ്മ എന്നൊക്കെ പറയുന്നത്. അവർക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിലൂടെയാണ് ഏഞ്ചലീന ആദ്യം രംഗത്ത് വന്നത്. പക്ഷെ ഇത്രയും നാൾക്ക് ശേഷം തന്നെ ആ കളിയാക്കിയത് തനിക്ക് വിഷമുണ്ടാക്കി എന്ന് പറഞ്ഞ് അഖിലിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ ചൂഷണം ചെയ്യാതിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. ആ വീഡിയോ അന്ന് അത് സംഭവിച്ച സമയത്ത് കണ്ടതല്ലേ? ഇങ്ങനെ സങ്കടവും വേദനയും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അപ്പോഴല്ലേ പറയേണ്ടിയിരുന്നത്? അല്ലാതെ ഇപ്പോൾ ഇത് ഈ അവസരത്തിൽ കുത്തിപ്പൊക്കിയതിന് എന്തായാലും എന്തു തന്നെ പറഞ്ഞാലും അത് അക്സെപ്റ്റബിൾ ആകില്ല. ഇത് ഇപ്പോൾ വ്യൂവർഷിപ്പ് കൂട്ടുവാൻ വേണ്ടിയുള്ള കളികൾ തന്നെയാകാം എന്നും ആളുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഖിൽ എന്നാർഡിയുടെ കൂടെ വീഡിയോയ്ക്ക് അകത്ത് ഇത്തരത്തിൽ കോമഡി സ്കിറ്റുകൾ ചെയ്യുന്ന ഒരാളാണ് അരുൺ എന്നാർഡി. ഇത്തരത്തിൽ ഒരു കോണ്ടന്റിന്റെ ഒക്കെ ഭാഗമാകാറുള്ള അരുൺ എന്നാർഡി ഈ വിഷയത്തിൽ പ്രതികരിച്ച് ഒരു കമന്റ് ഇട്ടിരുന്നു. ക്ലാരിഫിക്കേഷൻ ടു യുവർ വീഡിയോ. സത്യത്തിൽ ഏഞ്ചലിൻ പറഞ്ഞ കാര്യവുമായി അഖിലിന് വലിയ ബന്ധമില്ല. ബിഗ് ബോസ് സീസൺ 5 ആദ്യ 2 ആഴ്ച ഏഞ്ചലിൻ പങ്കെടുത്തിരുന്നല്ലോ. അതിന്റെ സ്പൂഫ് അഖിലിന്റെ യൂട്യൂബ് ചാനലിൽ ഞാനാണ് ചെയ്തത്. അതിന്റെ കോണ്ടന്റ് അഖിൽ പൂർണ്ണമായും അറിഞ്ഞതുപോലുമില്ല. കഴിഞ്ഞ 5 വർഷമായി ഞാൻ ആ ചാനലിൽ ലോങ് വീഡിയോ സെക്ഷനിൽ കണ്ടന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതും തുടരുന്നുമുണ്ട്. ബിഗ് ബോസ് റിലേറ്റഡ് കോണ്ടന്റ് ഞാൻ സീസൺ സ്റ്റാർട്ട് ആകുന്ന ടൈമിൽ ചെയ്യുന്നതാണ്. അന്ന് ഏഞ്ചലിൻ ബിഗ് ബോസിൽ സ്ക്രിപ്റ്റ് പോലെ ചെയ്യുന്നത് കൊണ്ട് നല്ല ട്രോളുകൾ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി അകത്തുണ്ടായിരുന്ന ടൈമിൽ നല്ല ട്രോളുകൾ കിട്ടിയിട്ടുണ്ട്. ബിഗ് ബോസ് കോണ്ടന്റ് എടുക്കുന്ന റോസ്റ്റഡ് ആൻഡ് കോമഡി ഉദ്ദേശിച്ചാണ്. അന്ന് ഇത് ട്രോൾ ചെയ്ത കുറെ ട്രോൾ പേജുകളുണ്ട്. പുള്ളിക്കാരിക്ക് അങ്ങനെ ഇഷ്യൂ ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ ആ പോർഷൻ നീക്കിയേനെ. പിന്നെ ഏഞ്ചലിൻ ഫേക്ക് കളിക്കുകയാണ് എന്ന് ബിഗ് ബോസിൽ തന്നെ എല്ലാവരും പറഞ്ഞ കാര്യമാണ്. ഹോട്ട്സ്റ്റാറിൽ കണ്ടന്റ് ആയി വന്നതും അങ്ങനെ തന്നെയായിരുന്നു. ഒരാളെ മാത്രമല്ല അതിൽ എല്ലാവരെയും അവർ ചെയ്തത് വെച്ച് കോമഡികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സീസണിൽ സ്കിറ്റ് വരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നടന്നിട്ട് കുറെ നാളുകളായി. ഇന്ന് സംസാരിച്ചാൽ തീരാവുന്ന ഇഷ്യൂയെ ഇതിനുണ്ടായിരുന്നുള്ളൂ. അതിനെ ഇങ്ങനെ ആക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുമായിരുന്നു ആ കമന്റ്. You're watching me and you're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.